ഹെദർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കാർല എന്ന് പറയുന്ന ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കാണാൻ വരുന്നു. പല പുരുഷന്മാരുമായിട്ടും അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്സ് വെച്ചത് കാരണം കാർല ഇപ്പോൾ പ്രഗ്നന്റ് ആണ്. ഹെദറും കാർലയും പണ്ട് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ പരിചയം വെച്ച് ഹെദർ ആകട്ടെ കാർലയോട് ആവശ്യപ്പെടുന്നുണ്ട്, നീ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്നും നിനക്ക് ഒരുപാട് കാശിന്റെ ആവശ്യമുണ്ടെന്നും എനിക്കറിയാം. നീ എന്റെ ഹസ്ബൻഡിനെ കൊല്ലണം. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഒരുപാട് ക്യാഷ് ഞാൻ തരാം. സ്വന്തം ഹസ്ബൻഡിനെ നീ എന്തിനാ കൊല്ലുന്നേന്ന് കാർല അവളോട് ചോദിക്കുമ്പോൾ ഹെദർ പറയുന്നുണ്ട്, തന്റെ ഹസ്ബൻഡ് തന്നെ ചീറ്റ് ചെയ്യുകയാണ്. അയാൾക്ക് ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്. ഒടുവിൽ കാശിന് വേണ്ടിയിട്ട് കാർല ഹെദറിന് വേണ്ടിയിട്ട് അവളുടെ ഹസ്ബൻഡിനെ കൊല്ലാമെന്ന് പറയുന്നു. അങ്ങനെ വലിയ പ്ലാനിങ്ങിനൊക്കെ ശേഷം ഹെദർ പറഞ്ഞ പ്രകാരം കാർല അവളുടെ വീട്ടിലെത്തി. വീട്ടിൽ വിചിത്രമായിട്ട് കുറേയധികം പ്രാണികളെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാർല ശ്രദ്ധിക്കുന്നുണ്ട്. നീ എന്തിനാ ഇങ്ങനെ പ്രാണികളെ ശേഖരിക്കുന്നതെന്ന് ഹെദറിനോട് ചോദിക്കുമ്പോൾ ഇതൊരു പ്രത്യേക തരത്തിലുള്ള കടന്നലാണ്. മനുഷ്യന്റെ ശരീരത്തിനുള്ളിൽ പോയിട്ട് മുട്ടയിടുകയും അതിനുള്ളിൽ ജീവിച്ച് പതിയെ പതിയെ ആ മനുഷ്യനെ കൊല്ലാനുമൊക്കെ ഇതിന് സാധിക്കും. അവൾ അങ്ങനെ പറയുന്ന കേട്ടതും കാർല ഒന്ന് പേടിച്ചു. ശരിക്കും ഹെദർ കാർലയെ തന്റെ വീട്ടിലേക്ക് വിളിച്ചതിന്റെ ഉദ്ദേശം എന്താണ്? സൈമണിനെ കൊല്ലുക എന്നത് തന്നെയായിരുന്നോ ഹെദറിന്റെ പ്ലാൻ? 2024 ഇറങ്ങിയ ഈ ഒരു മൂവിയുടെ പേര് ദ വാസ്പ് എന്നാണ്.